സാധാരണക്കാരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് പത്തനംതിട്ട ജില്ലയിലെ അദാലത്തുകൾ തുടരുന്നു. അടൂരിൽ നടന്ന താലൂക്ക് തല അദാലത്തിൽ 59% പരാതികൾക്കും പരിഹാരം കണ്ടു. മന്ത്രിമാരായ പി രാജീവ്, വീണ ജോർജ് എന്നിവരാണ് പത്തനംതിട്ട ജില്ലയിലെ അദാലത്തുകളിൽ പങ്കെടുക്കുന്നത്. അടൂരിൽ നടന്ന അദാലത്തിൽ വിശ്വനാഥനാചാര്യയുടെ 2 പരാതികളാണ് ഒറ്റത്തവണയായി തീർപ്പായത്. രണ്ട് സ്ഥലത്തിൻ്റെ ഏരിയയിലുള്ള വ്യത്യാസം പരിഹരിച്ച് കിട്ടി. വൈഫിൻ്റെ പേര് കൂടി ഇതിൽ റവന്യൂ രേഖകളിൽ ആഡ് ചെയ്ത് കിട്ടും. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. കാരണം അല്ലെങ്കിൽ കുറേ ദിവസം എടുക്കേണ്ടി വരുന്നൊരു കാര്യമായിരുന്നു. എന്തായാലും ഇങ്ങനെ ഒരു അദാലത്തിൽ കൂടി പൊതുജനങ്ങളുടെ ഈ പരാതികൾ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ പരിഹരിച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം എൻ്റെ സ്വന്തം അനുഭവത്തിൽ കൂടെ പറയുകയാണ്. അദാലത്തുകൾ സാധാരണക്കാർക്ക് ആശ്വാസമാണ്. സർക്കാർ ഉത്തരവ് കോട്ട് ചെയ്തിട്ടുണ്ട്. ഡേറ്റ് 2016 പ്രകാരം 10 ദിവസത്തിനകം നടപടി സ്വീകരിച്ച് ജാതി സർട്ടിഫിക്കറ്റ് നൽകുക. ഇക്കാര്യം ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യുക. കൊടുമൺ സ്വദേശി സനൽ ഏലിയാസിന്റെ ജാതി സർട്ടിഫിക്കറ്റ് വിഷയവും അദാലത്തിൽ പരിഹരിച്ചു. കോടതി നമ്മുടെ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിത് കോടതി പോകാതെ. ഇപ്പം നമുക്കൊരു അദാലത്ത് വഴി ഒരു അവസരം കിട്ടിയപ്പോൾ നമ്മളിത് മാക്സിമം അത് ഉപയോഗിച്ചു. മന്ത്രിക്കും അതുപോലെ തന്നെ പിണറായി സർക്കാരിനും നന്ദി അറിയിക്കും. അടൂർ താലൂക്ക് തല അദാലത്തിൽ 59% പരാതികൾ പരിഹരിച്ചു. 194 പരാതികളാണ് ലഭിച്ചത്. 161 പരാതികൾ അദാലത്തിൽ പുതിയതായി ലഭിച്ചു. 62 പരാതികൾ പൂർണ്ണമായും 52 പരാതികൾ ഭാഗികമായും പരിഹരിച്ചു. പുതിയ പരാതികളിൽ ഒരാഴ്ചയ്ക്കകം നടപടി സ്വീകരിക്കാൻ മന്ത്രിമാർ നിർദ്ദേശവും നൽകി. കൈരളി ന്യൂസ്, പത്തനംതിട്ട.